സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ 100-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു. സർക്കാർ ഫണ്ട് അല്ലാതെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് വീട് നൽകുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വലിയ ആശ്വാസമാകുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ സന്ദർശിക്കുന്നതിനിടെയാണ് നിയമങ്ങളുടെയും ഫയലുകളുടെയും നൂലാമാലകളില്ലാതെ അനന്തമായ കാത്തിരിപ്പുമില്ലാതെ വയനാട്ടുകാരെ ചേർത്ത് പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. താൻ ഇന്നലെ മുതൽ വയനാട്ടിലുണ്ടെന്നും ഭീകരമായ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇതുവരെ ഒരു പ്രദേശത്തും ഇത്തരമൊരു ദുരന്തം കണ്ടിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വിഷയമുന്നയിപ്പിച്ച് ആവുന്നതെല്ലാം നേടിയെടുക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുന്നു. 1991 തൻ്റെ പിതാവ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അനുഭവിച്ചൊരു വേദന, അതേ വേദനയാണ് ഈ ഉരുൾപൊട്ടലിലും ഉണ്ടായ സ്ഥലത്ത് സന്ദർശിച്ചപ്പോൾ തോന്നിയതെന്ന് രാഹുൽ ഗാന്ധി ഉള്ളു തട്ടി തന്നെയാണ് പറഞ്ഞത്. പ്രദേശത്തിൻ്റെ MP എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ രാജ്യം കണ്ട ഏറ്റവും പ്രമുഖനായ ഒരു മനുഷ്യസ്നേഹി എന്നതും വയനാടിന് ആശ്വാസമേകുകയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം. രാഹുൽ ഗാന്ധിയാണ് MP എന്നുള്ളതിൽ എത്രയോ വേഗത ആ ദുരന്തഭൂമിയിൽ പ്രവർത്തനത്തിന് ലഭിക്കുകയാണ്. ഇന്നലെ മുതൽ വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് അദ്ദേഹം. ഇന്ന് ഭരണസമിതിയും പഞ്ചായത്തുമായി ചർച്ച നടത്തി. അവർ തകർന്ന വീടുകൾ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളുടെ കണക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ നാശനഷ്ടങ്ങളുടെ കണക്കും പുനരധിവസിപ്പിക്കാനുള്ള വീടുകളുടെ എണ്ണവുമൊക്കെ പരിശോധിച്ച രാഹുൽ ഗാന്ധി തന്നെ എല്ലാത്തിനും നേതൃത്വം വഹിക്കാൻ പോകുകയാണ്. അതിൽ വയനാടിനെ കോൺഗ്രസ് എല്ലാവിധത്തിലും സഹായിക്കുമെന്നൊരു ഉറപ്പും രാഹുൽ ഗാന്ധി തന്നെ നൽകുമ്പോൾ രാജ്യത്തെമ്പാടുമുള്ള പാർട്ടി പ്രവർത്തകർ കൈത്താങ്ങുമായി വയനാട്ടിലെത്തുകയാണ്. വയനാട്ടിൽ പാർട്ടി നേതൃത്വം 100 വീടുകൾ നൽകുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതോടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു തുടങ്ങിയെന്നാണ് അറിയുന്നത്. ഓണക്കാലം കഴിച്ചുകൂട്ടാൻ തന്നെ കേന്ദ്രത്തിൻ്റെ വായ്പയ്ക്ക് കാത്തിരിക്കുന്ന കേരള സർക്കാർ വയനാടിനു വേണ്ടി പിരിവ് തുടങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ അടിയന്തര സഹായമായി എത്ര നൽകിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള പ്രമുഖർ 100 വീട് വെക്കാനുള്ള സ്ഥലമാണ് വാഗ്ദാനം ചെയ്തത്. ഇനിയും സ്ഥലങ്ങൾ അനുവദിക്കാൻ പലരും മുന്നോട്ട് വരികയും ചെയ്യും. അവിടെ വീട് വെക്കാനുള്ള എല്ലാ നടപടികളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യും എന്നുറപ്പായതോടെ ദുരന്തഭൂമിയിൽ നഷ്ടപ്പെട്ടതിന് തുല്യമാകില്ല എങ്കിലും ചെറിയ ആശ്വാസം തന്നെയാണിത്. അതിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വലിയൊരു തുണയാകുമെന്നതിൽ നൽകുന്നതിൽ